എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം 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 ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ൃഗിൻകരണേ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 30. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം ജാപ്യ സമേത സമാധിവിധാനം പൂർവവധാനം മഹദവധാനം. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം ജാപ്യ സമേത സമാധിവിധാനം പൂർവവധാനം മഹദവധാനം. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പ്രാണായാമം പ്രാണായാമവും പ്രത്യാഹാരം പ്രത്യാഹാരവും നിത്യാനിത്യ വിവേക വിചാരം നിത്യാനിത്യ വിവേക വിചാരവും ജാപ്യ സമേത സമാധി വിധാനം ജപത്തോടൊപ്പം ധ്യാനാഭ്യാസവും അവധാനം മഹദവധാനം ഗുരു വളരെ വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ജാഗ്രതയോടെ ചെയ്യൂ. അർത്ഥ ശബ്ദത്തിൻ്റെ വിപുലമായ അർത്ഥത്തിൽ വെറും ധനം മാത്രമല്ല, മനുഷ്യൻ തൻ്റെ സുഖസൗകര്യത്തിനായി ബാഹ്യലോകത്തിൽ നിന്ന് സമ്പാദിക്കുന്നതൊക്കെയും ഉൾപ്പെടുമെന്നറിയേണ്ടതാണ്. അവയിലുള്ള കൊതി വിട്ടാൽ സാധകൻ ഇനി എന്തു ചെയ്യണം എന്ന് ഉപദേശിക്കുകയാണിവിടെ. പുറത്തേക്കുള്ള ഓട്ടം നിർത്തിയാൽ മാത്രം പോരാ, ഉള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുകയും വേണം. ആധ്യാത്മിക ജീവിതം സുഗമവും വിജയം സുനിശ്ചിതവുമാക്കാൻ സാധകൻ അനുവർത്തിക്കേണ്ട ഒരു പഞ്ചമഹാപദ്ധതി: ഗീതാപഠനം, 2 ഈശ്വരാരാധന, 3 സത്സംഗം, 4 ദാനം, 5 ധനതൃഷ്ണാത്യാഗം. ആചാര്യസ്വാമികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഇവയത്രേ വേദാന്തത്തിലെ ബഹിരംഗ സാധനകൾ, സാധനയുടെ ബാഹ്യവശം. ഈ ശ്ലോകത്തിൽ സാധനയുടെ ആന്തരവശത്തെ, അതായത് അന്തരംഗ സാധനകളെ കുറിച്ചാണ് നിരൂപണം ചെയ്യുന്നത്. ദേഹത്തിലെ പ്രാണചേഷ്ടകളെ നിയന്ത്രിക്കൽ പ്രാണായാമം, 2 വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കൽ പ്രത്യാഹാരം, 3 നിത്യാനിത്യ വസ്തുക്കളെക്കുറിച്ച് വിവേക വിചാരം ചെയ്യൽ നിത്യാനിത്യ വിവേക വിചാരം, 4 ജപം, 5 ഇവയുടെയൊക്കെ ഫലമായി വൃത്തികളടങ്ങിയ സത്യദർശനത്തിന് സഹായിക്കുമാറ് ഉള്ളം തെളിഞ്ഞ് ശാന്തമാകൽ സമാധി. ഇവയാണ് അന്തരംഗ സാധനകൾ. പലരും കരുതി വരുന്നതുപോലെ ശ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയല്ല പ്രാണായാമം. അങ്ങനെയായിരുന്നെങ്കിൽ ശ്വാസായാമം എന്ന് പറയുകയായിരിക്കും ഭേദം. പ്രാണ ശബ്ദത്തിന് ജീവൻ എന്നാണല്ലോ അർത്ഥം. ജീവശരീരത്തിൽ 5 വിധത്തിലുള്ള ചേഷ്ടകൾ ഉള്ളതായി ഋഷിമാർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രസ്തുത ചേഷ്ടകളെയാണ് പ്രാണശബ്ദം സൂചിപ്പിക്കുന്നത്. അതായത് ജീവനുള്ള ശരീരത്തിലൂടെ പ്രകടമാവുന്ന 5 തരം വൃത്തികളാണവ. അവയ്ക്ക് 5 പേരുകളുണ്ട്. 1 പ്രാണൻ, ഉൾക്കൊള്ളാനുള്ള ശക്തി. 2 അപാനൻ, പുറന്തള്ളാനും പ്രതികരിക്കാനുള്ള ശക്തി. 3 വ്യാനൻ, ദഹിപ്പിക്കാനുള്ള ശക്തി. 4 സമാനൻ, വിതരണശക്തി. 5 ഉദാനൻ, ഉദ്ഗതിക്കുള്ള ശക്തി, പുതിയ ധാരണാതലത്തിലേക്കുള്ള ഗതി. എന്നിങ്ങനെ ഈ പ്രാണപ്രവർത്തനങ്ങളെയെല്ലാം യമിക്കുക, നിയന്ത്രിക്കുക, ക്രമീകരിക്കുക എന്നതത്രേ പ്രാണായാമം. വേണ്ടത്ര ആന്തരവികാസം വന്നിട്ടില്ലാത്ത മന്ദബുദ്ധികൾക്ക് എളുപ്പമാവട്ടെ എന്നു കരുതി ശ്വാസോച്ഛ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ട് മെല്ലെ ഉയരാൻ പറ്റിയ ഒരു സ്ഥൂല സാധനയും ഋഷിമാർ ആവിഷ്കരിക്കുകയുണ്ടായി. ഇത് പ്രാണായാമത്തിൻ്റെ ആരംഭഘട്ടം മാത്രമാണ്. ഭക്തി സാധനയും ശാസ്ത്രവിചാരവും നിഷ്കാമ കർമ്മയോഗവും ദീർഘകാലം ആത്മാർത്ഥമായി അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമേ ശരിയായ പ്രാണായാമം കൈവരൂ. ബാഹ്യമായ വിഷയാഭിമുഖ്യത്തെ നിരോധിച്ചുകൊണ്ടുള്ള ജീവിത വ്യാപാര ക്രമീകരണത്തിൽ
അഥവാ പ്രാണായാമത്തിൽ വിജയിക്കുന്നത് അനുസൃതമായി സ്വന്തം മനസ്സിനെ ഉള്ളിലേക്ക് പിൻവലിക്കാൻ സാധകൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ മനസ്സിനെ തന്നിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ ശീലിക്കണം. പ്രസ്തുത കഴിവിനെയാണ്, മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് തന്നിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് പ്രത്യാഹാരമെന്ന് പറയുന്നത്. ഉത്കൃഷ്ട ജീവിത മൂല്യങ്ങളെക്കുറിച്ചും ആധ്യാത്മിക ജീവിതത്തിൻ്റെ മഹിമയെക്കുറിച്ചും ബുദ്ധിക്ക് വേണ്ടത്ര ബോധം വന്നിട്ടില്ലെങ്കിൽ പ്രാണായാമവും പ്രത്യാഹാരവും ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. ഈ കാര്യത്തിൽ അതിപ്രധാനമായ പങ്കാണ് വിവേക വിചാരത്തിന് നിർവഹിക്കാനുള്ളത്. കാണപ്പെടുന്ന നാമരൂപങ്ങളൊക്കെ അനിത്യങ്ങളെന്നും അവയ്ക്കാധാരമായി ഒരു സത്യവസ്തു ഉണ്ടെന്നും ഗ്രഹിച്ച് അനിത്യവസ്തുക്കളിൽ ഭ്രമിക്കാതെയും നിത്യവസ്തുവിനോട് ചേർന്നും നിൽക്കാനുള്ള കഴിവ് നിത്യ വിവേക വിചാരത്തിലൂടെ നേടണം. അതിനായി സാധകൻ ഉപനിഷത്ത് വാക്യങ്ങൾ വിചാരം ചെയ്യട്ടെ. പ്രതിപാദിക്കപ്പെട്ട വിചാരം അത്യന്തം സൂക്ഷ്മമായ ജോലിയാണ്. അതിനുള്ള യോഗ്യത ബുദ്ധിക്ക് നൽകുന്ന ബുദ്ധിയെ വിചാരയോഗ്യമാക്കി തീർക്കുന്ന സാധനയത്രേ ജപം. ജപസാധനയിലൂടെ ബുദ്ധിക്ക് നല്ല തെളിവ് കിട്ടും. അങ്ങനെ ഉപനിഷത് വാക്യങ്ങളുടെ പൊരുൾ ഗ്രഹിക്കാനും വിവേക വിചാരം ചെയ്യാനും അത് സമർത്ഥമായി ഭവിക്കുന്നു. നിത്യവസ്തുവേയും അനിത്യവസ്തുക്കളെയും വേർതിരിച്ചറിയുന്നവന് അനിത്യവസ്തുക്കളിൽ നിന്ന് തൻ്റെ ശ്രദ്ധയെ പിൻവലിക്കാൻ പ്രയാസമുണ്ടാവില്ല. ഈ കഴിവ് അനിത്യവസ്തുക്കളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കൽ തന്നെ പ്രത്യാഹാരം. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അനായാസേന പിൻവലിക്കാൻ കഴിവുള്ള വിവേക വിചാരശീലനായ സാധകനെ സംബന്ധിച്ചിടത്തോളം പ്രാണായാമം ശാരീരിക വ്യാപാരങ്ങളുടെ ക്രമീകരണം സമ്പൂർണ്ണ വിജയമായി തീരും. ഇങ്ങനെ സർവകരണങ്ങളും പരമാത്മാവിൽ തന്നെ ഏകാഗ്രപ്പെടുമ്പോൾ സാധകന് സമാഹിതത്വം അഥവാ ധ്യാനനിഷ്ഠ കിട്ടുന്നു. ശരീരമോ മനസ്സോ ബുദ്ധിയോ ആത്മധ്യാനത്തിന് അപ്പോൾ തടസ്സമായി നിൽക്കുകയില്ല. വിക്ഷേപജനകങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം കരണങ്ങൾ പിന്മാറി ഉള്ളിൽ അടങ്ങി നിൽക്കുമ്പോഴത്തെ ആ ശാന്തിയുണ്ടല്ലോ, നിശ്ചിന്തമായ അവസ്ഥ അഥവാ സമാധി, അതാണ് പരമാത്മാവിൻ്റെ ശാന്തഗംഭീരതയെ നേരിട്ട് ശ്രദ്ധിക്കാൻ സാധകനെ സമർത്ഥനാക്കുന്നത്, പരമാനുഭൂതിക്ക് രംഗമൊരുക്കുന്നത്. പ്രസ്തുത പരമാനന്ദബോധിയുടെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് ശരിയായി വിവരിക്കാൻ ശാസ്ത്രങ്ങൾക്ക് കഴിവില്ല. പുരുഷ പ്രയത്നത്തിൻ്റെ അവസാന ഘട്ടത്തോളം സമാധി അഭ്യാസം വരെ മാത്രമേ അവ വിവരിക്കുന്നുള്ളൂ. നേടാവുന്ന അഥവാ നേടേണ്ടുന്ന ഒരവസ്ഥയല്ല പരമപദം. അത് നമ്മിൽ തന്നെ എപ്പോഴുമുള്ളതാണ്. അതിനെ മൂടിയിരിക്കുന്ന മറ നീക്കുന്നു. സമാധി അഭ്യാസം എന്ന് മാത്രം. പരമാത്മാവ് തന്നെയാണ് നാം. അതറിയാതെ കഴിഞ്ഞ അജ്ഞാന ദശയിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നാം അതുതന്നെ. തത്വമസി, അത് നീ ആകുന്നു എന്ന് ഉപനിഷത് ഋഷിമാർ ഉദ്ഘോഷിക്കുന്നു. മേൽ സൂചിപ്പിച്ച സാധനകൾ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും വേണ്ട ചില അച്ചടക്കങ്ങൾ അഥവാ ക്രമീകരണങ്ങളാണ്. അവയൊക്കെയും വളരെ ശ്രദ്ധയോടെ അതീവ ജാഗ്രതയോടെ വേണം അനുഷ്ഠിക്കാൻ. മനസ്സിനെതിരെ ബലപ്രയോഗം നടത്താനോ വികാരങ്ങളെ അടിച്ചമർത്താനോ തുനിയരുത്. ബലപ്രയോഗവും മർദ്ദനവും മനസ്സിനെ ദുർബലവും വ്യക്തിത്വത്തെ വിരൂപവുമാക്കുകയേ ഉള്ളൂ. ആത്മവികാസം സാവധാനം നടക്കേണ്ടതാണ്. ബദ്ധപ്പെടരുത്. പ്രകൃതിയിലെ ക്രിയാത്മകമായ ഒരു കാര്യത്തിലും ബദ്ധപ്പാട് കാണില്ല. സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും മുട്ട് വിരിയുന്നതും ഫലം രൂപം കൊള്ളുന്നതും ബീജം മുളയ്ക്കുന്നതും ഗർഭം വളരുന്നതും മുട്ട വിരിയുന്നതും എല്ലാം സാവധാനത്തിലാണ്. ഒരു ബദ്ധപ്പാടുമില്ല. ഒറ്റച്ചാട്ടത്തിന് ലക്ഷ്യം എത്തിപ്പിടിച്ചു കളയാം എന്ന് വല്ലവരും കരുതി പുറപ്പെടുന്നുവെങ്കിൽ അത് ആപത്താണ്. ആധ്യാത്മിക മാർഗത്തിൽ എടുത്തുചാട്ടം പ്രയോജനമില്ല. ബദ്ധപ്പെടാതെ വളരെ സാവധാനം സാധകൻ അനുഷ്ഠിക്കൂ എന്ന് ശ്രീശങ്കരൻ കാരുണ്യത്തോടെ ഇവിടെ നൽകുന്ന ഉപദേശം എല്ലാ സാധകന്മാർക്കും വേണ്ടിയുള്ള സന്ദർഭോചിതമായ ഒരു താക്കീതാണ്. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.